പൈത്തൺ ട്യൂട്ടോറിയൽ സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ന്യൂമറിക് ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ്. നമ്മൾ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും അത് അപൂർണമായിരുന്നു. അപ്പോൾ ന്യൂമറിക് ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ന്യൂമറിക് ഡാറ്റ ടൈപ്പിന്റെ അകത്തുള്ള ക്ലാസുകൾ എന്ന് പറയുന്നത് ഇൻറ്റ്, ഫ്ലോട്ട്, കോംപ്ലക്സ് എന്നീ ക്ലാസുകളാണ്. ഞാൻ നമ്പർ ഈക്വൽ ടു 1 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതിനുശേഷം ടൈപ്പ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിന്റെ ടൈപ്പ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ഇൻറ്റ് എന്നായിരിക്കും കാണാൻ കഴിയുക. അതായത് നമ്പർ എന്നുള്ളത് ഇപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ആണ്. നമുക്ക് പൈത്തണിലുള്ള ബൈനറി നമ്പർ, ഒക്ടൽ നമ്പർ, ഹെക്സാഡെസിമൽ നമ്പർ എന്നിങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള നമ്പർ സിസ്റ്റങ്ങൾ കൈകാര്യം ചെയ്യാവുന്നതാണ്. ഉദാഹരണമായിട്ട് ഞാൻ നമ്പർ ഈക്വൽ ടു 0b എന്ന് പറയുന്നതാണ് ഇവിടെ ബൈനറി നമ്പർ ആണെന്ന് സൂചിപ്പിക്കുന്ന നൊട്ടേഷൻ. 001 എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ഇപ്പോൾ അസൈൻ ആവുന്നത് 1 ആയിരിക്കും. അതിന് കാരണം 001 എന്നുള്ളത് ഡെസിമൽ നമ്പറിലെ 1ന് തുല്യമാണ്. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് നമ്പർ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇൻറ്റ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ആയിരിക്കും. നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ 1 ആണ്. വേറൊരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഈക്വൽ ടു 0b101, അതായത് നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തായിട്ട് ഇപ്പോൾ 5 അസൈൻ ആവും. അതായത് 101 എന്ന് പറയുന്നത് ഡെസിമലിലെ 5ന് ഇക്വാലൻ്റ് ആണ്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് ഉപയോഗത്തിലുള്ള ഒരു നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്നുള്ളത്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡെസിമലിലായിരുന്നു എന്നുണ്ടെങ്കിൽ 0 തൊട്ട് 9 വരെയുള്ള നമ്പർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ബൈനറിയിലാണെന്നുണ്ടെങ്കിൽ 0 തൊട്ട് 1 വരെയുള്ള, അതായത് 0യും 1ഉം മാത്രമായിരുന്നു നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇവിടെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ 0 തൊട്ട് 7 വരെയാണ് നമ്പർ ഉപയോഗിക്കുക. അപ്പോൾ ഒക്ടൽ നമ്പർ എങ്ങനെ ഇവിടെ ഡിക്ലെയർ ചെയ്യാമെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്പർ ഈക്വൽ ടു 001 എന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ ഡെസിമൽ നമ്പറിലെ 1 തന്നെയാണ്. ഓക്കെ, നമ്പർ ഈക്വൽ ടു 010 എന്നാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അത് ഇൻറ്റിജർ അല്ലെങ്കിൽ ഡെസിമൽ 8ന് തുല്യമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ അത് 0 തൊട്ട് 7 വരെയുള്ള നമ്പേഴ്സാണ് ഉള്ളൂ എന്ന്. 0 മുതൽ 7 വരെ നമ്പേഴ്സ് മാത്രമുള്ള നമ്പർ സിസ്റ്റമായ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ 8 റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത നമ്പർ ആയിട്ടുള്ള 10 യൂസ് ചെയ്യും. അപ്പോൾ നമ്പർ എന്നുള്ളത് 8 എന്ന് നമുക്ക് കിട്ടി. ഒക്ടൽ നമ്പർ സിസ്റ്റം അങ്ങനെ സാധാരണ ഇതിൽ യൂസ് ചെയ്യാറില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം വളരെയധികം യൂസ് ചെയ്യാറുള്ള ഒരു നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പർ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്പർ ഈക്വൽ ടു 0x എന്നുള്ളതാണ് ഹെക്സാഡെസിമൽ നമ്പർ ആണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളതിനുള്ള നൊട്ടേഷൻ. അപ്പോൾ 0xFF എന്ന് പറയുന്നത് 255 ആയിരിക്കും നമ്മുടെ ഡെസിമലിൻ്റെ അകത്ത്. അത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്പർ 255. അപ്പോൾ ഇതിൻ്റെ പകുതി വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഈക്വൽ ടു 0x80 ആയിരിക്കും. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 127 അല്ലെങ്കിൽ 128. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്പർ ഈക്വൽ ടു 128. ഓക്കെ, അതുപോലെ തന്നെ 65536 എന്ന് പറയുന്നത് 0xFF 4F. നമ്മളവിടെ 5F യൂസ് ചെയ്തു. അപ്പോൾ നമ്പർ ഈക്വൽ ടു 0xFF ആയിരിക്കും 65535 എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ന്യൂമറിക് ടൈപ്പാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്പർ ഈക്വൽ ടു 0.2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആവും. ടൈപ്പ് ഓഫ് നമ്പർ എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യുന്നത് നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ ഇപ്പോൾ ഫ്ലോട്ട് എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് ആണ് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്താണെന്ന് നമ്മൾ പറയാൻ വിട്ടുപോയായിരുന്നു. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറുകൾ ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറുകളാണ് എന്നാണ് പലയിടത്തും പറയുന്ന ഡെഫിനിഷൻ. എന്നാൽ ആ ഡെഫിനിഷൻ അത്രയ്ക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറുകളും ഫിക്സഡ് പോയിന്റ് നമ്പറുകളും നമുക്ക് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. എന്നാൽ ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറുകൾ എന്ന് പറയുന്നത് ഒരു CPU സംബന്ധിച്ച്, ഒരു CPU ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ CPUവിൻ്റെ അകത്ത് രജിസ്റ്ററുകളിലാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ ഈ രജിസ്റ്ററുകൾ എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയിരിക്കുന്നതാണ്. എന്നാൽ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾക്കോ രജിസ്റ്ററുകൾക്കോ ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറുകൾ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിലാവട്ടെ കാൽക്കുലേറ്ററിലാവട്ടെ നമ്പർ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, അതായത് ഡോട്ട് എന്ന് പറയുന്നത് എവിടെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളത് വളരെ കുഴപ്പം പിടിച്ചൊരു സംഗതിയാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നില്ല. ഞാൻ പൈത്തൻ്റെ അകത്ത് IEEE 754 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറുകൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ റിക്കറിംഗ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പൈത്തൺ ഫെയിൽ ആവും. ഉദാഹരണമായിട്ട് 1.2 - 1 ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 0.2 എന്നായിരിക്കില്ല ആൻസർ കിട്ടുക. 0.1996 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. പക്ഷേ 1.125 - 1 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 0.125 എന്നുള്ളത് കറക്റ്റായിട്ട് ആൻസർ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രധാന കാരണമായിട്ട് പൈത്തൺ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ഡോക്യുമെൻറ്റേഷനിലായാലും മറ്റ് വെബ്സൈറ്റുകളിലായാലും ആർട്ടിക്കിളുകളിലായാലും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിമലിൻ്റെ അകത്തുനിന്ന് ബൈനറിയിലേക്കും തിരിച്ചും കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റേർണൽ റൗണ്ട് ഓഫ് എറർ സംഭവിച്ചതിനാലാണ് എന്നാണ്. എന്താണ് ഈ ഇൻറ്റേർണൽ റൗണ്ട് ഓഫ് എറർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ അത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വളരെ ലോങ് ആവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, സാധാരണയിൽ പൈത്തൺ ഉപയോഗിക്കുന്നത് സയൻറ്റിഫിക് കമ്പ്യൂട്ടേഷനുകളായ ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ് അതുപോലത്തെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ ചെറിയ പിഴവുകൾക്ക് പോലും സ്ഥാനമില്ലാത്ത സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് പോലുള്ള ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടി പൈത്തൺ റിലയബിൾ ആണോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്പയും ടെൻസർഫ്ലോയും പോലുള്ള പാക്കേജുകൾ ഉപയോഗിച്ചാണ് ഈ സയൻറ്റിഫിക് കാൽക്കുലേഷനുകൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്ന നമ്പൈ, ടെൻസർഫ്ലോ പോലുള്ള പാക്കേജുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഫോർട്രാൻ, C++ പോലുള്ള ലാംഗ്വേജുകളുടെ APIയിലാണ് ഇവ വർക്ക് ചെയ്യുന്നത്. സിയിലോ C++ലോ ഫോർട്രാനിലോ ഇതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷനിൽ പിഴവുകളൊന്നുമില്ല. കൂടാതെ ബൈറ്റ് ലെവലിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പൈത്തണേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും C++, ഫോർട്രാൻ പോലുള്ള കമ്പൈൽഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ. പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ വെക്ടറുകളും അറേകളും മെമ്മറി എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ പൈത്തണേക്കാൾ മുമ്പിലാണ് ഈ പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ. അടുത്ത ഡാറ്റ ടൈപ്പാണ് കോംപ്ലക്സ്. കോംപ്ലക്സ് നമ്പറുകൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. A+IB എന്ന് പറയുന്ന ഫോർമാറ്റിൽ എഴുതുന്ന നമ്പറുകളാണ് കോംപ്ലക്സ് നമ്പറുകൾ. ഇതിൻ്റെ അകത്ത് A എന്ന് പറയുന്ന ഭാഗം റിയൽ ആക്സിസിനെയും IB എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസിനെയും സൂചിപ്പിക്കുന്നു. പൈത്തണിൽ നമുക്ക് IB എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഇമാജിനറി പാർട്ട് എഴുതാൻ കഴിയില്ല. BJ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് നമ്മൾ ഇമാജിനറി പാർട്ട് എഴുതുക. അപ്പോൾ 2 + 3J എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ആയിരിക്കും ഇവിടെ. അപ്പോൾ നമ്പർ ഈക്വൽ ടു 2 + 3J എന്ന് എഴുതാം. ടൈപ്പ് ഓഫ് നമ്പർ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ ശരി, വീണ്ടും കാണാം.